Hello everyone, today class is thermodynamic functions. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ thermodynamic potentials ആണ് കണ്ടത്. ഏതൊക്കെയായിരുന്നു thermodynamic potentials? Internal energy, Gibbs function, enthalpy and Helmholtz free energy or Helmholtz function. ഇനി നെക്സ്റ്റ് ഇതിൽ പറയുന്നത് മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻസ് ആണ്. നമുക്കറിയാം തെർമോഡൈനാമിക് വേരിയബിൾസ് അറിയാം. ഏതൊക്കെയാണ് തെർമോഡൈനാമിക് വേരിയബിൾസ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എൻട്രോപ്പി. ഈ തെർമോഡൈനാമിക് വേരിയബിൾസിൻ്റെ ഇടയിലുള്ള റിലേഷൻസ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 4 റിലേഷൻസ് ഉണ്ട്. ഈ 4 റിലേഷനെയാണ് മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻസ് എന്ന് പറയുന്നത്. ഈ റിലേഷന് കണ്ടുപിടിക്കാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിൽ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷന് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്? ഇപ്പോൾ നമ്മൾ പി വി ഡയഗ്രാം എടുക്കുകയാണ്. ഈ പി വി ഡയഗ്രത്തിൽ ഓരോ പോയിൻറ്റും എന്താണ് യുണീക്ലി ഫിക്സ്ഡ് ആണ്. എന്നിട്ട് എന്താണ് ഈ പി വി ഡയഗ്രത്തിൽ എ പറഞ്ഞിട്ടുള്ള ഒരു പോയിൻറ്റിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് തന്നെ വരികയാണ്. തിരിച്ച് എയിലേക്ക് തന്നെ വരുമ്പോൾ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന നെറ്റ് ചേഞ്ച് 0 ആണെന്നാണ് കിട്ടുന്നത്. അതായത് നെറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി പി ഈക്വൽ ടു 0 ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി വി ഈക്വൽ ടു 0 ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി ടി ഈക്വൽ ടു 0 ആണ്, ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എസ് ഇസ് ഈക്വൽ ടു 0 ആണ്, ആൻഡ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി യു ഈക്വൽ ടു 0 ആണ്. ഇങ്ങനെ ഇത് നെറ്റ് ചേഞ്ച് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ മീൻ ചെയ്യുന്നത്? ഡി പി, ഡി വി, ഡി ടി, ഡി എസ്, ഡി യു എന്നുള്ളതൊക്കെ എന്താണ്? എക്സാക്ട് ഡിഫറൻഷ്യലാണ്. അപ്പോൾ പി വി ടി യു എസ് ഒക്കെ എക്സാക്ട് ഡിഫറൻഷ്യൽ ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസും അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റീസും എന്തായിരിക്കും? എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിരിക്കും. സോ പി വി ടി എസ് യുവിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫങ്ഷൻസാണ് ഏത്? തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസ്. സോ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽസും എന്തായിരിക്കും? എക്സാക്ട് ഡിഫറൻഷ്യൽ ആയിരിക്കും. നമ്മളിവിടെ അങ്ങനെ എന്ത് ചെയ്യുകയാണ്? എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ കണ്ടീഷൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മാത്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യലിൻ്റെ കണ്ടീഷൻ? ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്? കണ്ടീഷൻ ഫോർ ദ എക്സാക്ട് ഡിഫറൻഷ്യൽ. ഈ കണ്ടീഷൻ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ സെഡ് എന്നുള്ളത് എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണെന്ന് എടുക്കുക. അപ്പോൾ സെഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പൊട്ടൻഷ്യൽസ് ഒക്കെ പഠിച്ചപ്പോൾ അവരെന്താ എഴുതിയത്? ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി എടുക്കുകയാണെങ്കിൽ യു ഇസ് ദ ഫംഗ്ഷൻ ഓഫ് എസ് ആൻഡ് വി എന്നെടുത്തു. എന്നിട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വീനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തി. അങ്ങനെയല്ല നമ്മൾ ഡിഫറൻഷ്യൽ കണ്ടത്. അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. സെഡ് ഇസ് ഈക്വൽ ടു സെഡ് ഓഫ് എക്സ് വൈ എന്നെടുത്തു. ഇനി അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഡി സെഡ് എന്താ വരിക? ഡി സെഡ് ഇസ് ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇൻറ്റു ഡി വൈ ആയിരിക്കും. ഇനി ഇതിൽ ഡോ സെഡ് ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈനെ എം എന്നെടുത്തു ആൻഡ് ഡോ സെഡ് ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സിനെ എൻ എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നെഴുതാം. ഇവിടെ അങ്ങനെ ഈ സെഡും എമ്മും എന്നൊക്കെ എന്താണ്? എക്സിൻ്റെയും വൈൻ്റെയും ഫങ്ഷൻസാണ്. ഇനി നമ്മളതിൽ എമ്മിനെ എന്ത് ചെയ്യാണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക ആൻഡ് എന്നിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ എമ്മിനെ എന്ത് ചെയ്യാണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഡോ എം ബൈ ഡോ വൈ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ബൈ ഡോ എക്സ് എന്നാണ് വരിക. കാരണം എന്താണ്? എം എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആണ്. അതിൻ്റെ കൂടെ എന്ത് കൂടി വരും? ഡോ ബൈ ഡോ വൈയും കൂടി വരും. അതുപോലെ തന്നെ എന്നിനെ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എന്നിനെ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എന്താ വരിക? ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ എ. എൻ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. അതിൻ്റെ കൂടെ എന്തും കൂടി ഡോ ബൈ ഡോ എക്സും കൂടി ചെയ്യല്ലേ ചെയ്യുക. അപ്പോൾ എന്താ വരിക? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ്റെയും ആർ എച്ച് എസ് എന്താണ്? സെയിം ആണ്. സോ ആർ എച്ച് എസ് ഈക്വൽ ആണെങ്കിൽ എൽ എച്ച് എസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ. ഇതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യുക? തെർമോഡൈനാമിക് പൊട്ടൻഷ്യലിൽ അപ്ലൈ ചെയ്തെങ്ങാണ്ട് നമുക്ക് മാക്സ്വെൽ റിലേഷൻസ് ഡിറൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഫസ്റ്റ് മാക്സ്വെൽ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എടുക്കുക. എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ഡി യു ഇസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി.
ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്യുമ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഡി യു ഈക്വൽ ടു എന്നാണ് മറ്റേ ഇക്വേഷൻ, ഇത് ഡി സെഡ് ഈക്വൽ ടു. സോ അവിടെ അങ്ങനെ സെഡ് എന്താണ്, യു ആണ്. അതേപോലെ തന്നെ എം എന്തായിരിക്കും, പി ആയിരിക്കും, എൻ മൈനസ് പി ആയിരിക്കും, എക്സ് എസ് ആയിരിക്കും, വൈ വി ആയിരിക്കും. അതെങ്ങനെ കിട്ടിയത്, ടി ഡി എസ്, ഇവിടെ അങ്ങനെ എം ഡി എക്സ് ആണ്. അപ്പോൾ എം ഈക്വൽ ടു ടി, ഡി എസ് അല്ലേ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എസ്. പിന്നെ മൈനസ് പി ഡി വി ആണ് ഡി യുവിൻ്റെ ഇക്വേഷനിൽ, ഡി സെഡിൻ്റെ ഇക്വേഷനിൽ എൻ ഡി വൈ. അപ്പോൾ എൻ ഈക്വൽ ടു എന്താ വരിക, മൈനസ് പി, വൈ ഇസ് ഈക്വൽ ടു വി എന്ന് വരും. ഇനി എന്ത് ചെയ്യാണ്, നമ്മൾക്ക് അറിയാം എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പോൾ ഇവിടുത്തെ എം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കതിന്ന് എങ്ങനെ എഴുതാം, ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോ എസ് അറ്റ് വി എന്ന് എഴുതാം. അതേപോലെ തന്നെ എൻ ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ വൈ അറ്റ് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ അതിൽ എന്നും സെഡും വൈ ഒക്കെ അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, അതൊക്കെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, മൈനസ് പി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് എന്ന് എഴുതാം. ഇനി ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യാണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷൻ എടുക്കുക. എന്താണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷന്, ഡോ എം ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റൻറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റൻറ്റ് വൈ ആണ്. അതിൽ എമ്മും എന്നും വൈയും എക്സിനൊക്കെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എമ്മിൻ്റെ എന്നിൻ്റെയും വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് മാക്സ്വെൽ റിലേഷൻ. ഇനി സെക്കൻഡ് മാക്സ്വെൽ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എൻതാൽപ്പി ചേഞ്ചിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇതാണ് ഇക്വേഷൻ, ഡി എച്ച് ഇസ് ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് വി ഡി ടി. ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡി സെറ്റിൻ്റെ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്നുള്ള ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. അവിടെ നിന്നിട്ട് എമ്മിൻ്റെയും എന്നിൻ്റെയും എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഒക്കെ വാല്യൂ കണ്ടുപിടിക്കുക. അവിടെ എന്താ കിട്ടുക, സെഡ് ഈക്വൽ ടു എച്ച്, എം ഈക്വൽ ടു ടി, എക്സ് ഇസ് ഈക്വൽ ടു എസ്, എൻ ഈക്വൽ ടു വി ആൻഡ് വൈ ഈസ് ഈക്വൽ ടു പി എന്ന് വരും. ഇനി ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എം വാല്യൂലും എൻ വാല്യൂലും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പി എന്ന് വരും. ഇതാണ് സെക്കൻഡ് മാക്സ്വെൽ റിലേഷൻ. ഇനി തേർഡ് മാക്സ്വെൽ റിലേഷനാണ്. തേർഡ് മാക്സ്വെൽ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഹെൽമോൾട്ട്സ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഏതാണ്, ഡി എഫ് ഈക്വൽ ടു മൈനസ് എസ് ടി മൈനസ് പി വി എന്നുള്ള ആ ഇക്വേഷന് ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയുമായിട്ട് കമ്പയർ ചെയ്യുക. അവിടെ നിന്ന് നമുക്ക് സെഡ് ഈക്വൽ ടു എഫ്, എം ഈക്വൽ ടു മൈനസ് എസ്, എക്സ് ഇസ് ഈക്വൽ ടു ടി, എൻ ഈക്വൽ ടു മൈനസ് പി ആൻഡ് വൈ ഈക്വൽ ടു വി എന്ന് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എമ്മിനും എന്നിനും വൈനും എക്സിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക, മൈനസ് ഓഫ് ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. അതായത് എന്തെന്ന് വരും, ഡോ എസ് ബൈ ഡോ ടി ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്ന് വരും. ഇതാണ് എന്ത്, തേർഡ് മാക്സ്വെൽ റിലേഷൻ. ഇനി ഫോർത്ത് മാക്സ്വെൽ റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഡി ജി ഈസ് ഈക്വൽ ടു മൈനസ് എസ് ഡി ടി പ്ലസ് വി ഡി പി എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അതായത് ഗിബ്സ് ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എടുത്തിട്ട് അത് ഡി സെഡ് ഇസ് ഈക്വൽ ടു എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈയുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് കിട്ടും, സെഡ് ഈക്വൽ ടു ജി, എം ഈക്വൽ ടു മൈനസ് എസ്, എക്സ് ഇസ് ഈക്വൽ ടു ടി, എൻ ഈക്വൽ ടു വി ആൻഡ് വൈ ഈക്വൽ ടു പി എന്ന് കിട്ടും. ഇതെന്ത് ചെയ്യുകയാണ്, എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കണ്ടീഷനിൽ എമ്മിനും എന്നിനും വൈനും എക്സിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും, ഡോ എസ് ബൈ ഡോ പി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി എന്ന് വരും അറ്റ് കോൺസ്റ്റൻറ്റ് പി. ഇതാണ് എന്ത്, ഫോർത്ത് മാക്സ്വെൽ റിലേഷൻ. അപ്പോൾ നമുക്ക് 4 മാക്സ്വെൽ റിലേഷൻ കിട്ടി. അതൊക്കെയാണ്, ഫസ്റ്റ് വണ്ണ് ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി. സെക്കൻഡ് ഏതാണ്, ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പി. തേർഡ് വൺ ഏതാണ്, ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. ആൻഡ് ഫോർത്ത് മാക്സ്വെൽ റിലേഷൻ എന്താണ്, ഡോ എസ് ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടൊരു റിവേഴ്സ് ഉണ്ട്. അതായത് ഒരു സർക്കിൾ എടുക്കുക, ഈ സർക്കിളിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ടി എന്ന് നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ടി എടുക്കുക, പിന്നെ വി എസ് പി അങ്ങനെ അടയാളപ്പെടുത്തുക. ഇത് ഓർമ്മിച്ചിരിക്കുക എങ്ങനെയാണ്, ടി വി സ്പെഷ്യൽ പ്രോഗ്രാം എന്ന് ഓർമ്മിച്ചാൽ മതി. അതായത് ടി ഫോർ ടി, വി ഫോർ വി, എസ് ഫോർ സ്പെഷ്യൽ ആൻഡ് പി ഫോർ പ്രോഗ്രാം. അങ്ങനെ അത് എഴുതുക.
അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് ഒന്നുകിൽ ടീന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് 4 റിലേഷൻ കിട്ടുന്നത്. അതിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റീഡ് ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും റീഡ് ചെയ്യാം. അല്ലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് വരും, ഒരു നെഗറ്റീവ് സൈനും കൂടി വരും. ഇത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്ണിൽ എന്തെടുക്കാം, ടീന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ടീന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ടീന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ടി ആണ് ഫസ്റ്റ് വണ്ണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ എന്താ വരിക, ടി പി എസ് വി. അതെന്ത് ചെയ്യാണ്, ഒരു സ്ക്വയർ എടുക്കുക. ആ സ്ക്വയറിൻ്റെ ഓരോ കോർണറിലും അത് എഴുതുക. അതായത് ഇപ്പോൾ ഞാൻ ഈ നോട്ടിൽ കൊടുത്തിട്ടുണ്ട് എ ബി സി ഡി എന്നുള്ളൊരു സ്ക്വയർ എടുത്തിട്ട് എ പൊസിഷനിൽ ടി എഴുതുക, ബിയിൽ പി എഴുതുക, സിയിൽ എസ് എഴുതുക, ആൻഡ് ഡിയിൽ വി എഴുതുക. അപ്പോൾ നമുക്കൊരു സ്ക്വയറിൻ്റെ 4 കോർണറിലും എഴുതി. ഇനി എന്ത് ചെയ്യുക, നേരെ അതിനെ ഡിഫറൻഷ്യൽ ആക്കി എഴുതാം. അതായത് ഫസ്റ്റത്തിൻ്റെ മുകളിൽ ടി ആണ്, താഴെ വരുന്നത് വി ആണ്. അപ്പോൾ എന്തെഴുതാം, ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ്. പിന്നെ എന്താ എഴുതുക, എസ്. ഓപ്പോസിറ്റ് ഏതാ ഡിഫറൻഷ്യൽ ചെയ്യുന്നത് അത് എനിക്കല്ലോ കോൺസ്റ്റൻ്റ് ആക്കി വരിക. അപ്പോൾ എന്ത് വരും, ഡോ ടി ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു. ഇനി ഈ സൈഡ് എടുക്കുകയാണെങ്കിൽ, റൈറ്റ് സൈഡ് എടുക്കുകയാണെങ്കിൽ ആ സൈഡിൽ മുകളിലായിട്ട് പി വരുന്നുണ്ട്, താഴായിട്ട് എസ് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം, ഡോ പി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി. പിന്നെ ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ റീഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ നമുക്ക് ആ റിലേഷൻ കിട്ടി. ഇനി വേറെ ഒന്ന് നോക്കാം. ടീന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. ടീന്ന് സ്റ്റാർട്ട് ചെയ്യുക ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെ വരിക, ടി വി എസ് പി. ഇതെന്ത് ചെയ്യാണ്, ആ ബോക്സിൻ്റെ ആ സ്ക്വയറിൻ്റെ 4 കോർണറിൽ എഴുതാം. ഫസ്റ്റ് കോർണറിൽ എ പൊസിഷനിൽ ടി എഴുതി, ബി പൊസിഷനിൽ വി എഴുതി, സി പൊസിഷനിൽ എസ് എഴുതി, ആൻഡ് ഡി പൊസിഷനിൽ പി എഴുതി. എന്നിട്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗം എടുക്കുക. സ്ക്വയറിൻ്റെ മുകളിൽ എന്താ വരുന്നത്, ടി ആണ് വരുന്നത്, താഴെ പി ആണ് വരുന്നത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഇസ് ഈക്വൽ ടു. പിന്നെ അടുത്തത് ഈ റൈറ്റ് സൈഡിലുള്ള മുകളിൽ വി ആണ് വരുന്നത്, താഴെ എസ് ആണ് വരുന്നത്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ എസ് അറ്റ് കോൺസ്റ്റൻറ്റ് പി. ഇതാണ് എന്ത്, ഒരു റിലേഷൻ. ഇനി ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി 2 റിലേഷൻസ് എഴുതാം. ഇപ്പോൾ നമ്മൾ ടീന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ടും പറഞ്ഞു, ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ഇനി എസ് എന്ന് സ്റ്റാർട്ട് ചെയ്യുക, ആദ്യം ഒന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക, മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എടുക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, അതുപോലെ സ്ക്വയറിൻ്റെ കോർണറിലാക്കിയിട്ട് എഴുതുക. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്, അപ്ലിക്കേഷൻസ് ഓഫ് മാക്സ്വെൽ റിലേഷൻസ്. ഈ മാക്സ്വെൽ റിലേഷന് ധാരാളം അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഇവിടെ അങ്ങനെ ആകെ ഒരു അപ്ലിക്കേഷനാണ് എടുക്കേണ്ടത്. ഏതാണ്, ക്ലോഷ്യസ്-ക്ലാപെറോൺ ഇക്വേഷൻ ഫ്രം മാക്സ്വെൽ തെർമോഡൈനാമിക് റിലേഷൻസ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റർ എന്ത് ചെയ്യാണ്, ഒരു ഓർഡിനറി ഫേസ് ട്രാൻസിഷൻ നടക്കുകയാണ്. അതായത് സോളിഡ് എന്ത് ചെയ്യുക, ലിക്വിഡ് ഫേസ് ആവുക, അല്ലെങ്കിൽ ലിക്വിഡ് വേപ്പർ ഫേസ് ആവുക, അല്ലെങ്കിൽ സോളിഡ് വേപ്പർ ഫേസ് ആവുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഫേസ് ട്രാൻസിഷനാണ് നടക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പെർട്ടിക്കുലർ പ്രഷറിലും. ഇത് നടക്കുമ്പോൾ ഇങ്ങനെ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് മാസിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സബ്സ്റ്റൻസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അങ്ങനെ എന്ത് ചെയ്തു, തേർഡ് മാക്സ്വെൽ റിലേഷൻ എടുക്കുക. ഡോ എസ് ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി ഈക്വൽ ടു ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി എന്നെടുത്തു. നമുക്കറിയാം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എന്താണ്, ടി ഡി എസ് ആണ്. അത് നമുക്ക് ഡി എസ് ഇസ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം, ഡെൽറ്റ ക്യൂ ബൈ ടി എന്ന് എഴുതാം. അങ്ങനെയുണ്ടെങ്കിൽ ഈ മാക്സ്വെൽ റിലേഷനിൽ ഡോ എസ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഡോ ക്യൂ ബൈ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ റിലേഷൻ എന്താകും, ഡോ പി ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി ഈസ് ഈക്വൽ ടു 1/t ഓഫ് ഡോ ക്യൂ ബൈ ഡോ വി അറ്റ് കോൺസ്റ്റൻറ്റ് ടി. ഇതിൽ ഡോ വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫൈനൽ വോളിയം മൈനസ് ഇനീഷ്യൽ വോളിയം ആണല്ലോ. അപ്പോൾ നമ്മൾ ഫൈനൽ വോളിയത്തിനെ V2 എന്നെടുത്തു, ഇനീഷ്യൽ വോളിയത്തിനെ V1 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ഡോ വി എന്ത് വരും, ഡോ വി ഈസ് ഈക്വൽ ടു V2 മൈനസ് V1 എന്ന് വരും. ഇനി നമ്മൾ പറഞ്ഞു ഈ സബ്സ്റ്റൻസിന് ഒരു യൂണിറ്റ് മാസിൽ സർട്ടൻ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റിനെയാണ് L എന്ന് പറഞ്ഞത്, ലാറ്റൻ ഹീറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇക്വേഷനിൽ ഡോ ക്യൂ എന്നുള്ളിടത്ത് നമുക്ക് L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഡോ പി ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു L ബൈ ടി ഇൻറ്റു V2 മൈനസ് V1. നമ്മൾ ഡോ വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡോ ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് എന്ത് എന്ന് പറഞ്ഞത്, ക്ലോഷ്യസ്-ക്ലാപെറോൺ ലാറ്റൻ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഫേസ് ട്രാൻസിഷനാണ് എന്ത്, ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. അപ്പോൾ നമ്മൾ മാക്സ്വെൽ റിലേഷൻസിൽ ധാരാളം